ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഇലക്ടഡ് സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വേദിയിലേക്ക് ആനയിക്കേണ്ടതാണ്. സ്പീക്കർ ചേംബർ ഓക്കപ്പ് ചെയ്യാൻ അദ്ദേഹത്തെ ആനയിക്കേണ്ടതാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 101 വോട്ടുകൾ സ്പീക്കർ കസേര ഏറ്റെടുത്ത ശേഷം അനുമോദനങ്ങൾ. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് ചെയറിലേക്ക് ആനയിക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിക്കുകയാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നാണ് പുതിയ സ്പീക്കറെ ചെയറിലേക്ക് ആനയിക്കുക. മുതിർന്ന കോൺഗ്രസ് നേതാവ്, സീനിയർ പൊളിറ്റീഷ്യൻ, മുൻ മന്ത്രി, മുൻ ആഭ്യന്തരമന്ത്രി, കോട്ടയത്തു നിന്നുള്ള നിയമസഭാ അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഇപ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഡയസിലേക്ക്, സ്പീക്കറുടെ ചെയറിലേക്ക് ആനയിക്കുകയാണ്. 101 വോട്ടുകൾ നേടിക്കൊണ്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇനി വരുന്ന 5 വർഷം സഭയെ നയിക്കുന്നത്, ചെയറായി സഭയെ നയിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുതിയ നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മത്സരിച്ചത് AC മൊയ്തീനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും BB ഗോപകുമാറുമാണ്. കേരള നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി BJPക്ക് ഒരു നിയമസഭാ സ്പീക്കർ സ്ഥാനാർത്ഥി ഉണ്ടായ ആദ്യത്തെ നിയമസഭയാണ് ഇത്. മുമ്പ് BJP അംഗം O രാജഗോപാൽ 2016 സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ശ്രീരാമകൃഷ്ണനെ, അന്നത്തെ ഇടതുമുന്നണിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി P ശ്രീരാമകൃഷ്ണനെയാണ് പിന്തുണച്ചത്. അദ്ദേഹത്തിന്റെ പേരിൽ രാമനും കൃഷ്ണനും ഉണ്ടല്ലോ എന്ന് O രാജഗോപാൽ പറഞ്ഞത് അന്നത്തെ സരസമായ വാചകങ്ങളിൽ ഒന്നായിരുന്നു. ഇപ്പോൾ ഇത് 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി ഉള്ള സഭാ സമ്മേളന കാലയളവിൽ ഇനി അങ്ങോട്ട് വരുന്ന 5 വർഷം കേരള നിയമസഭയെ നിയന്ത്രിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. പ്രോട്ടൈം സ്പീക്കറും മുതിർന്ന അംഗവുമായ G സുധാകരൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടൊപ്പം. പ്രോട്ടൈം സ്പീക്കറായി തെരഞ്ഞെടുത്തത് അമ്പലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട G സുധാകരനെയായിരുന്നു. G സുധാകരന് മുമ്പിലാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. സ്പീക്കർ തെരഞ്ഞെടുപ്പ് പ്രോട്ടൈം സ്പീക്കറുടെ ചെയർമാൻഷിപ്പിൽ പൂർത്തിയായിരിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകൾ നേടിക്കൊണ്ട് കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇനി സ്പീക്കറെ അനുമോദിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ ഉണ്ടാകും. അതിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും സംസാരിക്കും, കക്ഷി നേതാക്കൾ സംസാരിക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ട് നേടിക്കൊണ്ട് കേരള നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു.